പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ വെച്ച് നടന്ന ആ കൂടിക്കാഴ്ച വെറുമൊരു സൗഹൃദ സന്ദർശനമായിരുന്നില്ലെന്ന് തെളിയിക്കുന്നതാണ് നടൻ ജി കൃഷ്ണകുമാറിനെ തേടിയെത്തിയ പുതിയ ദേശീയ പദവി. കൃഷ്ണകുമാറിന്റെ കുടുംബവും കൊച്ചുമകൻ നിയോമും പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ആഴ്ചകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. ആ വൈറൽ ചിത്രങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ അതിഥിയുടെ അപ്പൂപ്പന് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം നൽകിക്കൊണ്ട് മോദി തന്റെ താൽപര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. കൃഷ്ണകുമാറും മോദിയും തമ്മിലുള്ള ഈ വളരുന്ന ബന്ധം കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നു. കേരളത്തിലെ BJP നേതൃത്വത്തെ പൂർണ്ണമായും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് ഈ പ്രഖ്യാപനമുണ്ടായത്. സംസ്ഥാനത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളോ ശുപാർശകളോ പരിഗണിക്കാതെ പ്രധാനമന്ത്രി നേരിട്ട് നടത്തിയ ഈ സർജിക്കൽ സ്ട്രൈക്ക് കൃഷ്ണകുമാറിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേക വിശ്വാസമാണ് വെളിപ്പെടുത്തുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സീറ്റ് ലഭിക്കാത്തതിൽ പരാതി പറയാതെ പാർട്ടിക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമായ കൃഷ്ണകുമാറിന്റെ അച്ചടക്കം മോദിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കൊച്ചുമകനെ ലാളിക്കുന്നതിനിടയിലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചോദിച്ചറിഞ്ഞ മോദി കൃഷ്ണകുമാറിന് അർഹമായ അംഗീകാരം നൽകുമെന്ന് അന്ന് സൂചിപ്പിച്ചിരുന്നതായാണ് വിവരം. ഒരു പരാതിയും ആരോടും പറഞ്ഞിട്ടില്ല. കൊച്ചുമകൻ അതിഥിയെയും കൊണ്ടാണ് മോദിജിയെ കാണാൻ പോയത്. അവിടെ വെച്ച് വട്ടിയൂർക്കാവ് സീറ്റ് ലഭിക്കാത്തതിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. എല്ലാം കേട്ട ശേഷം മോദിജിക്ക് കാര്യങ്ങൾ മനസ്സിലായി. പരാതി പറയുന്ന ശീലമില്ലെന്നും പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും ഞാൻ പറഞ്ഞു. കൃഷ്ണകുമാർ മനോരമ ഓൺലൈനോട് പ്രതികരിച്ചു. രാത്രി 7:30 ശേഷം അപ്രതീക്ഷിതമായാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ വിളിയെത്തിയത്. പ്രധാനമന്ത്രി നേരിട്ട് പറഞ്ഞിട്ടാണ് ഈ നിയമനമെന്ന് മന്ത്രി വ്യക്തമാക്കിയതോടെ കൃഷ്ണകുമാറും അമ്പരന്നു. ദേശീയ തലത്തിൽ സിനിമകളുടെ നിർമ്മാണത്തിനും വിതരണത്തിനുമുള്ള പരമോന്നത സ്ഥാപനമാണ് NFDC. 3 വർഷത്തേക്കാണ് കൃഷ്ണകുമാറിനെ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത്. മോദി സർക്കാരുമായി കൃഷ്ണകുമാർ പുലർത്തുന്ന അടുത്ത ബന്ധം കേരളത്തിലെ മറ്റു നേതാക്കൾക്കിടയിൽ അമ്പരപ്പും അസൂയയും ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാന ഘടകത്തിന്റെ ഒരു കൈസഹായവുമില്ലാതെ ഡൽഹിയിൽ നേരിട്ട് പിടിപാടുണ്ടാക്കാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗ്രാഫ് ഉയർത്തുമെന്നുറപ്പാണ്. സുരേഷ് ഗോപിക്ക് പിന്നാലെ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള പിന്തുണയുള്ള മറ്റൊരു കരുത്തനായി കൃഷ്ണകുമാർ മാറുകയാണ്. കുടുംബം മുഴുവൻ BJPക്ക് വേണ്ടി അണിനിരന്നതും പ്രചാരണങ്ങളിൽ മുൻപന്തിയിൽ നിന്നതും മോദി വിലമതിച്ചു. വെറുമൊരു രാഷ്ട്രീയ നിയമത്തിനപ്പുറം പ്രധാനമന്ത്രിയുടെ അടുപ്പക്കാരനായ ഒരു കലാകാരനുള്ള അംഗീകാരമായാണ് ഇതിനെ സിനിമാ ലോകവും കാണുന്നത്. വോട്ടെടുപ്പിന് തൊട്ടുമുൻപ് ലഭിച്ച ഈ വലിയ പദവി വട്ടിയൂർക്കാവിലെ വോട്ടർമാർക്കിടയിലും കൃഷ്ണകുമാറിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഡൽഹിയിലെത്തിയ അദ്ദേഹം ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കും. കൊച്ചുമകന്റെ കൈപിടിച്ച് മോദിയുടെ വീട്ടിലെത്തിയത് വെറുതെയായില്ലെന്ന് അപ്പൂപ്പൻ ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞു.